നമസ്കാരം. സാധാരണഗതിയിൽ ഈ മുസ്ലിം മതപണ്ഡിതന്മാർ, ഉസ്താദെന്ന് അവരുടെ സമൂഹം വിളിക്കുന്ന മുസ്ലിം മതപണ്ഡിതന്മാരെക്കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ വിശകലനങ്ങൾ ചെയ്യുമ്പോൾ സകാരാത്മകമായി അവരെ പ്രതി സകാരാത്മകമായിട്ടുള്ള അധികം വിഷയങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് അവരുടെ എല്ലാം ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം എന്നുള്ളത് ഒരു ദേശവിരുദ്ധതയാണ്. കാരണം ദേശത്തിന് മുകളിൽ മതത്തിനെ സ്ഥാപിക്കുന്നവരാണ് അവരെല്ലാം. അതുകൊണ്ട് തന്നെ സകാരാത്മകമായിട്ടുള്ള അവരെ പ്രതി സകാരാത്മകമായിട്ടുള്ള അധികം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകരോട് എടുത്തു പറയട്ടെ, ഇതിൽ ഒരു 90-99% ആളുകളും അങ്ങനെ തന്നെയാണെന്നുള്ളൊരു വസ്തുത നിലനിൽക്കെ തന്നെ, അതായത് ദേശവിരുദ്ധത അവരുടെ മതബോധത്തിൻ്റെ ഭാഗമാണെന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ 1% ആളുകളെങ്കിലും അക്കൂട്ടത്തിൽ ദേശീയതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം മതപണ്ഡിതന്മാരുണ്ട്. അതൊരു 1% മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ആളുകളെ ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ, ഗുജറാത്തിൽ ഒരു 4-5 ഉസ്താദുമാരെ അല്ലെങ്കിൽ മുസ്ലിം മതപണ്ഡിതന്മാരെ, ഇസ്ലാമിക മതപണ്ഡിതന്മാരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരിൽ ചിലരുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നുണ്ട്. ഉത്തർപ്രദേശിൽ അപൂർവമായി ചിലരങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഭാഗ്യമെന്ന് പറയട്ടെ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ഉസ്താദ്, മജീദ് ഉസ്താദ് വടകര എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ID. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത് മജീദ് ഉസ്താദ് എന്നാണ്. വടകരയിലുള്ള ഉസ്താദ് എന്നുള്ളത് ഈ മദ്രസ അധ്യാപകൻ എന്നുള്ളത് ആ രീതിയിൽ കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് യാതൊരു പരിചയവുമില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിൽ യാതൊരു വ്യാഖ്യാനങ്ങളോ വിശകലനങ്ങളോ ഇല്ലാതെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. പ്രേക്ഷകർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മജീദ് ഉസ്താദ് വടകര. പ്രശസ്തരായ സിനിമാ നടന്മാർ, അതുപോലെ മമ്മൂട്ടി പോലെയുള്ള, മമ്മൂട്ടി തന്നെ പറയാം, മമ്മൂട്ടിയും ഈ സിനിമാ നടന്മാരും ഈ നീറ്റ് പരീക്ഷ ചോർച്ചയുടെ വതിൽ പാർട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യം ഇവരുടെ സിനിമ കച്ചവടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചെറുപ്പക്കാരുടെ, അതുപോലെ കേരളത്തിലെ കുറേ ചില രാജ്യദ്രോഹികൾ തന്നെ ഉണ്ട്. അവരെ സുഖിപ്പിക്കാനും സിനിമ കച്ചവടം നിലനിർത്തി പോകാനും വേണ്ടിയുള്ള വാക്കാണ് മമ്മൂട്ടിയും അതുപോലെ ഈ നടന്മാർ നടികളും. നമ്മൾ അവരുടെ വർത്തമാനം രാജ്യത്തിന് ചേരാത്ത വർത്തമാനമാണ് പറഞ്ഞത്. നീറ്റ് പരീക്ഷ ചോർച്ചയിൽ അതിൻ്റെ കണ്ണികളെ തക്കതായ നടപടികൾ കൊണ്ട് നീതിയുടെ അവരുടെ മുമ്പിൽ എത്തിക്കുകയും അതിനുള്ള കസ്റ്റഡി എടുക്കുകയും അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുമെന്നുള്ളത് പ്രധാനമന്ത്രി ഉറപ്പ് പറഞ്ഞതാണ്. വിദ്യാർത്ഥികളുടെ ഈ നീറ്റ് ചോർച്ചയിൽ പ്രധാനമന്ത്രി തക്കതായ അതിനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നല്ല വാക്കുകൾ പറയുകയും അത് അദ്ദേഹത്തിൻ്റെ സത്യത്തിൻ്റെ നേർക്കുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞുവച്ച പ്രധാനമന്ത്രി ഈ നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും അതുപോലെ ഭരണതലത്തിൽ അഴിമതികളില്ലാതെ 100% വിജയം നേടിയ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളുടെ മോദി. അതുമാത്രമല്ല, കോടി ജനങ്ങൾ ഇന്ത്യയിൽ അതുപോലെ പുറം രാജ്യങ്ങളിലും അംഗീകരിക്കുന്ന
നല്ലൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. ഈ നരേന്ദ്രമോദിയെ, അതായത് നമ്മളുടെ പ്രധാനമന്ത്രിയെ, ഈ ഇങ്ങനെയുള്ള അംക്കിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഈ പ്രധാനമന്ത്രി മറ്റു രൂപത്തിലാണ് ഈ സെലിബ്രിറ്റികൾ പറയുന്നത്. അതായത് ഈ അംഗീങ്ങൾ തന്നെ പറയുന്നതാണ്. ചില സംഗതികൾ ഈ ഉദ്യോഗസ്ഥന്മാർ അല്ല വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭരണതലത്തിൽ ഭരിക്കുന്ന മന്ത്രിമാരെ കുറ്റം പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. പക്ഷേ അത് ഏറ്റെടുക്കണം ഭരണതലത്തിലുള്ളവർ. പക്ഷേ നിങ്ങളെ കോൺഗ്രസിനെ പോലെയോ CPM പോലെയോ അഭാസ്യമായ വാക്കുകളൊന്നും BJP മന്ത്രിമാരിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ കേരളത്തിലെ നമ്മൾ ആരോഗ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇവരെല്ലാം അപഹാസ്യത്തിൻ്റെ വർത്തമാനങ്ങളാണ് ഇതുവരെ പറഞ്ഞു വന്നത്. നമ്മളെ മുരളീധരൻ എന്താ പറയുക, കണ്ടില്ലെങ്കിൽ നമുക്ക് അത് അവിടെ മാറ്റിയ കോർപ്പറേഷന്. അപ്പോൾ മറ്റേ ബഷീറും പറഞ്ഞത് മറ്റൊരു ഭാഗം, ഇവിടെ രോഗം വന്നു കഴിഞ്ഞാൽ അത് മരിക്കുന്നത് പടച്ചവൻ്റെ കളായിരിക്കും എന്നല്ല, അങ്ങനത്തെ വാക്കുകളെല്ലാമാണ് ഇവർ പറയുന്നത്. അങ്ങനെയൊന്നും നമ്മൾ BJPയിലെ കേന്ദ്രമന്ത്രിമാരോ നേതാക്കന്മാരോ ഇങ്ങനത്തെ ഒരു വാക്കുകളും പറയില്ല. അപ്പോൾ ഈ സിനിമാ നടന്മാരെല്ലാം ശരിക്കും ഇവരെല്ലാം ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ പാർട്ടിയുടെ രാജ്യദ്രോഹികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ കേരളത്തിൽ കണ്ടത്. ഈ സെലിബ്രിറ്റികളിൽ കേരളത്തിലെ അവരും ഇതിൻ്റെ ഒരു ഭാഗമാണ് ചില ആൾക്കാർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. വീഡിയോ കണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇതിൽ വ്യാഖ്യാനങ്ങൾക്കോ വിശകലനങ്ങൾക്കോ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കോ വിശകലനങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. പക്ഷേ ഒരു കാര്യം അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇതിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം പ്രകീർത്തിക്കുന്നതല്ല വിഷയം. അങ്ങനെ ഒരു ഭാഗം ആ വീഡിയോയിൽ ഇല്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ ഈ വീഡിയോ പ്രേക്ഷകരുമായി പങ്കുവെച്ചേനെ. കാരണം ഇതിൽ കൃത്യമായി പറയുന്നത് നമ്മുടെ സെലിബ്രിറ്റികളുടെ യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വളരെ ഗ്രാമ്യമായിട്ടുള്ള ഭാഷയിൽ നിഷ്കളങ്കമായി പങ്കുവെച്ച ആ അഭിപ്രായങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഇഷ്ടമാണ്. നരേന്ദ്രമോദി അദ്ദേഹം ഈ വീഡിയോയിൽ പ്രകീർത്തിക്കുന്നുണ്ട്. ഇതൊന്നും വിഷയമല്ല. അദ്ദേഹം ദേശീയതയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് വിഷയം. അങ്ങനെയുള്ള ഉസ്താദുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കാര്യത്തിൽ, അവരുടെ ഉള്ളിൽ മതമാണ് മതമാണ് മതം മാത്രമാണ് എൻ്റെ ജീവിതം എന്നവർ കൊണ്ടു നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു മനോഭാവം കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റും പറയുവാൻ സാധിക്കില്ല. അതവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ളവർക്ക്, മജീദ് ഉസ്താദിനെ പോലെയുള്ളവർക്ക് അവരുടെ വ്യക്തിജീവിതവും പൊതുജീവിതവും തമ്മിൽ വേർതിരിക്കുവാൻ അറിയാം. മതത്തെ വീട്ടിനുള്ളിൽ വെച്ച് ദേശീയതയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പ്രേക്ഷകർക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തു തോന്നി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് മജീദ് ഉസ്താദിൻ്റെ ഈ വാക്കുകളെക്കുറിച്ച്? അദ്ദേഹം പറഞ്ഞതിൽ യാഥാർത്ഥ്യമല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ മുഴുവൻ ഓരോ വാക്കും സത്യമല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. മജീദ് ഉസ്താദിനെ പോലുള്ള കൂടുതൽ ഉസ്താദുമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.